നമസ്കാരം, ഏവർക്കും ഭക്തമാനസം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കാണ് കുംഭമേള. എന്താണ് കുംഭമേള എന്നും അതിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും അവ എത്രയെല്ലാമാണെന്നും ഈ വീഡിയോയിലൂടെ ഇന്ന് പറയുന്നത്. ആദ്യം ഐതിഹ്യത്തിലേക്ക് കടക്കുകയാണ്. പാലാഴി മദനവുമായി ബന്ധപ്പെട്ടതാണ് കുംഭമേളയുടെ ഐതിഹ്യം. ബ്രഹ്മാവിൻ്റെ ഉപദേശപ്രകാരം ദേവന്മാർ അസുരന്മാരുമായി ചേർന്ന് അമൃത് കടഞ്ഞെടുത്തു. അമൃത് കടഞ്ഞെടുത്തു കഴിഞ്ഞാൽ അസുരന്മാർക്ക് നൽകാതെ സ്വന്തമായി ഉപയോഗിക്കാമെന്നായിരുന്നു ദേവന്മാരുടെ തീരുമാനം. അതിനായി അമൃത് പൊങ്ങി വന്ന ഉടനെ ദേവരാജാവായ ഇന്ദ്രന്റെ മകൻ ജയന്തൻ ധന്വന്തരിയുടെ കയ്യിൽ നിന്ന് അമൃത് തട്ടിപ്പറിച്ച് ഓടിമറഞ്ഞു. 12 ദേവദിവസങ്ങൾ, അതായത് 12 മനുഷ്യവർഷങ്ങളാണ് ജയന്തൻ അമൃതുമായി ഓടിയത്. തട്ടിപ്പറിച്ച അമൃതുമായി ജയന്തൻ വസിച്ച് 4 സ്ഥലങ്ങളിലാണെന്ന് പറയപ്പെടുന്നു. ഹരിദ്വാർ, നാസിക്, പ്രയാഗ്രാജ്, ഉജ്ജയിൻ എന്നിവയാണ് 4 സ്ഥലങ്ങൾ. ജയന്തൻ ഓരോ സ്ഥലത്ത് വിശ്രമിച്ചപ്പോഴും അമൃത് കുംഭത്തിൽ നിന്ന് ഓരോ തുള്ളി അമൃത് വീതം ഭൂമിയിലേക്ക് പതിച്ചു. അമൃത് വീണ ഈ 4 പുണ്യസ്ഥലങ്ങളിലാണ് കുംഭമേള നടക്കുന്നത്. ഏറ്റവും വലിയ മതപരവും സാംസ്കാരികവുമായ ആഘോഷമാണ് കുംഭമേള. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് കുംഭമേള ആഘോഷിക്കുന്നത്. എന്നാൽ ഇത്തവണ കുംഭമേള വളരെ അപൂർവമാണ്. കാരണം 144 വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന മഹാകുംഭമേളയാണ് ഇത്തവണ ആഘോഷിക്കുന്നത്. മഹാകുംഭമേള പ്രയാഗ്രാജിലാണ് നടക്കുന്നത്. ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും അപൂർവ വിന്യാസമാണ് ഇത്തവണ മഹാകുംഭമേളയ്ക്ക് കാരണമാകുന്നത്. 44 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ മഹോത്സവം മകരസംക്രാന്തിയിൽ തുടങ്ങി മഹാശിവരാത്രി ദിവസത്തിൽ അവസാനിക്കും. ഗംഗ, യമുന, പുരാണത്തിലെ സരസ്വതി നദികൾ സംഗമിക്കുന്ന ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്യുന്നത് കുംഭമേളയുടെ കേന്ദ്ര ആചാരം കൂടിയാണ്. കുംഭമേളകളിലെ പ്രധാന ദിവസങ്ങളിലെ സ്നാനത്തിന് ആദ്യ സ്നാനം നാഗസന്യാസിമാർക്കാണ്. മരം കോച്ചുന്ന തണുപ്പിലും പൂർണ്ണ നഗ്നരായി നദിയിലേക്ക് എടുത്തു ചാടുന്ന നാഗസന്യാസിമാർ കുംഭമേളയുടെ മാത്രം പ്രത്യേകതയാണ്. ദിഗംബരന്മാർ എന്ന് പറയപ്പെടുന്ന ഇവർ പൂർണ്ണ നഗ്നരായാണ് കാണപ്പെടുന്നത്. ദേഹം മുഴുവൻ ഭസ്മം പൂശി കയ്യിൽ ത്രിശൂലമേന്തി നടക്കുന്ന ഇവർ ശിവഭക്തരാണ്. പൊതുവെ പുറം ലോകവുമായി ബന്ധമില്ലാത്ത ഇവർ കൂട്ടം കൂട്ടമായാണ് കുംഭമേളയിൽ സ്നാനത്തിന് വരിക. 4 തരത്തിലാണ് കുംഭമേള ഉള്ളത്: കുംഭമേള, അർദ്ധകുംഭമേള, പൂർണ്ണ കുംഭമേള, മഹാകുംഭമേള. കുംഭമേള സാധാരണ 3 കൊല്ലം കൂടുന്തോറും നടത്തപ്പെടുന്നു. അർദ്ധകുംഭമേള 6 കൊല്ലം കൂടുമ്പോൾ ഹരിദ്വാറിലോ പ്രയാഗിലോ ആണ് നടത്തപ്പെടുന്നത്. പൂർണ്ണ കുംഭമേളയാണെങ്കിൽ ഓരോ 12 കൊല്ലം കൂടുന്തോറും പ്രയാഗിൽ നടത്തുന്നു. മഹാകുംഭമേളയാണ് 144 കൊല്ലം കൂടുമ്പോൾ പ്രയാഗിൽ വെച്ച് നടത്തുന്നത്.